ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടർ ട്രൂ. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ഹ്യൂമൻ സെൽ എന്ന ടോപ്പിക്കാണ്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത് 5 മാർക്സിന് ചോദിക്കും, അതേപോലെ തന്നെ എസ്എ ചോദ്യങ്ങൾക്കും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ഹ്യൂമൻ സെൽ. നമ്മുടെ ഈ ലോകത്ത് ലിവിങ് സെൽസ്, ലിവിങ് ഓർഗാനിസംസ് ആയ പ്ലാന്റ് സെൽസും ആനിമൽസും ഒക്കെ ബിൽഡപ്പ് ചെയ്തേക്കുന്നത് ഒരു ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടുള്ള സെല്ല് കൊണ്ടാണ്. അതായത് കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ആനിമൽസും പ്ലാന്റ്സ്, അതായത് ലിവിങ് ഓർഗാനിസത്തിനെ ബിൽഡപ്പ് ചെയ്തേക്കുന്നത്. ഒരു സെൽ എന്ന് പറയുന്നത് ഒരു ബേസിക് സ്ട്രക്ചറൽ, അതേപോലെ ഫങ്ഷണൽ, അതേപോലെ ബയോളജിക്കൽ യൂണിറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസം ആണ്. ഈ സെൽ എന്ന് പറയുന്നത് ഒരു മൈന്യൂട്ട് പാർട്ടിക്കിൾ ആണ്. അതായത് ഒരു സെൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾ ആയിരിക്കും. ഈ ഒരുപാട് സെല്ലുകൾ കൂടിച്ചേരുമ്പോഴാണ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. ആ ടിഷ്യൂസ് കുറെ ഫോം ചെയ്യുമ്പോഴാണ് ഒരു ഓർഗൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ സെൽ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബോഡി അഥവാ ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ഒരു ബേസിക് കോമ്പോണന്റ് ആണ്. അപ്പൊ സെല്ലിനെ നമ്മൾ ഓഫൺ വിളിക്കുന്ന ഒരു പേരാണ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഈ സെല്ലിനെ പറ്റി പഠിക്കുന്ന സബ്ജക്റ്റിനെ നമ്മൾ സെൽ ബയോളജി എന്ന് പറയും. അപ്പോൾ സെൽ എന്ന് പറയുന്നത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫംഗ്ഷൻ യൂണിറ്റ് ഓഫ് ലിവിംഗ് ബീങ്സ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ദ ഹ്യൂമൻ ബോഡി ഈസ് കമ്പോസ്ഡ് ഓഫ് ട്രില്യൻസ് ഓഫ് സെൽസ്. അതായത് ഒരു ഹ്യൂമൻ ബോഡി കമ്പോസ് ട്രില്യൻസ് ഓഫ് സെൽസ് വെച്ചിട്ടാണ് കമ്പോസ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇത് ഒരു ബോഡിക്ക് സ്ട്രക്ചർ കൊടുക്കും. അതേപോലെ തന്നെ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെൽസ് ഒരു ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസ് എടുക്കുകയും ആ ന്യൂട്രിയൻസിനെ നമ്മൾ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ വേരിയസ് സ്പെഷ്യാലിറ്റി ഫങ്ഷൻസ് ആണ് ഒരു ബേസിക് കോമ്പോണന്റ് ആയ സെല്ല് വഹിക്കുന്നത്. ഇനി ഒരു എസ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഇമ്പോർട്ടന്റ് സംഭവമാണ് സ്ട്രക്ചർ ഓഫ് സെൽ നമ്മൾ വരയ്ക്കേണ്ടത്. ഒരു സ്ട്രക്ചർ ഓഫ് സെൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരു യൂക്കാരിയോട്ടിക് സെല്ലാണ്. യൂക്കാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കും. അതേപോലെ പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നതുണ്ട്. പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ അവിടെ ന്യൂക്ലിയസ് ആബ്സെന്റ് ആയിരിക്കും. ഇത് ഒരു യൂക്കാരിയോട്ടിക് സെല്ലാണ്, അതായത് ഒരു ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കും. ഒരു പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസിൽ നിന്നും ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കും. നമ്മളിപ്പം ഹ്യൂമൻ സെൽസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ആ ഹ്യൂമൻ സെല്ലില് സാധാരണ സെൽ വോൾസ് ആബ്സെന്റ് ആയിരിക്കും, വേറെ പ്ലാന്റ് സെൽസിൽ സെൽ വോൾസ് പ്രസന്റ് ആയിരിക്കും. നമുക്ക് ഈ സ്ട്രക്ചറിൽ കാണാൻ പറ്റുന്നതാണ് ഒരു സെൽ മെമ്പറൈൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്. ഈ 3 കോമ്പണന്റ് ആണ് ഒരു സെല്ലിനെ ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് ആണ് സെൽ മെമ്പറൈൻ. സെൽ മെമ്പറൈൻ ഒരു ബയോളജിക്കൽ മെമ്പറൈൻ ആണ്. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻസൈഡ് എൻവയോൺമെന്റും ഔട്ട്സൈഡ് എൻവയോൺമെന്റും വേർതിരിക്കുക. അതാണ് സെൽ മെമ്പറൈന്റെ മെയിൻ ഫംഗ്ഷൻ. സെൽ മെമ്പറൈന്റെ അതർ നെയിംസ് ആണ് പ്ലാസ്മ മെമ്പറൈൻ അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മ മെമ്പറൈൻ, അല്ലെങ്കിൽ ഇതിനെ പ്ലാസ്മ എന്നും വിളിക്കപ്പെടും. ഇത് കൺസിസ്റ്റ് ചെയ്യുന്നത് ലിപ്പിഡ് ബൈലെയർ വിത്ത് എംബഡഡ് പ്രോട്ടീൻസ് വെച്ചാണ് ഇത് കൺസിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ സെൽ മെമ്പറൈൻ 4 ഡിഫറെന്റ് മോളിക്യൂൾസ് വെച്ചാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഫോസ്ഫോലിപ്പിഡ്സ്, കൊളസ്ട്രോൾസ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്. ഈ 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് വെച്ചാണ് സെൽ മെമ്പറൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ നമുക്ക് പറയാം. മെയിൻ ഫംഗ്ഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞ്, ഇത് ഇൻസൈഡ് എൻവയോൺമെന്റും ഔട്ട്സൈഡ് എൻവയോൺമെന്റും വേർതിരിക്കണമുണ്ട്. ഇത് ആക്ട് ഫിസിക്കൽ ബാരിയർ. അതായത് ഇത് മൂവ്മെന്റ്സ് ഓഫ് പാർട്ടിക്കിൾസ്, അതായത് ഒരു പാർട്ടിക്കിളിന്റെ എൻട്രിയും അതേപോലെ തന്നെ പുറത്തോട്ട് പോകുന്ന മൂവ്മെന്റിനെയും കൺട്രോൾ ചെയ്യും. അതേപോലെ തന്നെ ഇറ്റ് റെഗുലേറ്റ്സ് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് വിത്തിൻ ദ സറൗണ്ടിങ്സ്. അതായത് സറൗണ്ടിങ്സിൽ ഉണ്ടാവുന്ന മെറ്റീരിയൽസിന്റെ എക്സ്ചേഞ്ച്, അതായത് ഗ്യാസസ് ആവാം, വാട്ടർ ആവാം, സോൾട്ട് ആവാം, അതൊക്കെ റെഗുലേറ്റ് ചെയ്യാനും ഈ സെൽ മെമ്പറൈൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തത് സൈറ്റോപ്ലാസത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് സെല്ലിന്റെ രണ്ടാമത്തെ ഒരു പോർഷൻ ആണ്. അതെന്ന് പറയുന്നത് ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് ഫില്ലിങ് എ സെൽ. അത് ലൊക്കേറ്റ് ചെയ്യണത് സെൽ മെമ്പറൈന്റെയും ന്യൂക്ലിയസിന്റെയും ഇടയിലായിട്ടാണ്. ഇത് ഒരു സെല്ലിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഈ സൈറ്റോപ്ലാസം മെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് 80% ഓഫ് വാട്ടർ ആണ് കമ്പോസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ അത് കളർലെസ്സും ആയിരിക്കും. ഈ സൈറ്റോപ്ലാസം കംപ്രൈസ് ചെയ്യണത് സൈറ്റോസോൾ. അതായത് സൈറ്റോസോൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ വാട്ടർ, സോൾട്ട്, ഓർഗാനിക് മോളിക്യൂൾസ് ഒക്കെ ഉള്ളതാണ്. അതേപോലെ തന്നെ ഓർഗണലൈസ് എന്ന് പറയുമ്പോൾ മൈറ്റോകോൺട്രിയ, റൈബോസോംസ്, ER എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അടുത്തത് ഇൻക്ലൂഷൻസ്. ഇത് 3 സൈറ്റോപ്ലാസത്തെ കംപ്രൈസ് ചെയ്യുന്നത്. അതായത് സൈറ്റോസോള്, ഓർഗണലൈസ് ആൻഡ് ഇൻക്ലൂഷൻസ്.
ഇനി സൈറ്റോപ്ലാസത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് കുറച്ച് എൻസൈംസ് ഈ സൈറ്റോപ്ലാസംസ് കണ്ടെയ്ൻ ചെയ്യും. അത് വേസ്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും അതേപോലെ മെറ്റബോളിക് ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യാനുമാണ് ഈ സൈറ്റോപ്ലാസത്തിലുള്ള എൻസൈംസ് ആക്ട് ചെയ്യുന്നത്. അടുത്തത് സൈറ്റോപ്ലാസം. നമ്മൾ പറഞ്ഞു സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. അപ്പൊ അത് എന്തായാലും അതായത് സെല്ലിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഓർഗനലൈസ്. ഓർഗനലൈസ് എന്ന് പറയുമ്പോൾ 5 ഓർഗനലൈസ് ആണ് സൈറ്റോപ്ലാസത്തിൽ ഉള്ളത്. ഫസ്റ്റത്തെ മൈറ്റോകോൺഡ്രിയ, ലൈസോസോം, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, റൈബോസോം. ഓരോ ഓർഗനലെയും ബൗണ്ട് ചെയ്തേക്കുന്നത് ലിപ്പിഡ് മെംബ്രെയിൻ വെച്ചാണ്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് വൺ വന്നത് മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയ എന്ന് പറയുമ്പോഴേക്കും ഇത് നമ്മൾ 9th തൊട്ട് പഠിക്കുന്നതാണ്. മൈറ്റോകോൺഡ്രിയ ഇസ് എ പവർ ഹൗസ് ഓഫ് എ സെൽ. അതായത് ആ പേരിൽ തന്നെ അറിയാൻ പറ്റും, എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സൈറ്റ് ആണ് മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത്. മൈറ്റോകോൺഡ്രിയ ഇസ് എ ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനലെ. അതായത് ഒരു ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനലെ ആണ് മൈറ്റോകോൺഡ്രിയ. അത് മെയിൻ ആയിട്ട് കാണുന്നത് യൂക്കാരിയോട്ടിക് ഓർഗാനിസം. യൂക്കാരിയോട്ടിക് ഓർഗാനിസം ഞാൻ ഓൾറെഡി പറഞ്ഞു, ന്യൂക്ലിയസ് ഉള്ള ലിവിങ് ഓർഗാനിസംസ്. എനർജി അതായത് ATP ആണ് മൈറ്റോകോൺഡ്രിയ ജനറേറ്റ് ചെയ്യുന്നത്. ആ ATP നമ്മൾ കെമിക്കൽ എനർജി ആയിട്ടാണ് യൂസ് ആക്കുന്നത്. ഇനി ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എനർജി കൺവേർഷൻ, സ്റ്റോറേജ് ഓഫ് കാൽഷ്യം അയൺ, റെഗുലേഷൻ ഓഫ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, അതേപോലെ തന്നെ കാൽഷ്യം സിഗ്നലിംഗിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ സെല്ലുലാർ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സ്റ്റിറോയിഡ്സ് സിന്തസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഹോർമോണൽ സിഗ്നലിംഗിന് ഹെൽപ്പ് ചെയ്യും. ഇതാണ് മൈറ്റോകോൺഡ്രിയന്റെ ഫംഗ്ഷനും അതേപോലെ എന്താണ് മൈറ്റോകോൺഡ്രിയ എന്നുള്ളത്. മൈറ്റോകോൺഡ്രിയ നമുക്ക് കാണാൻ പറ്റും. ഒരു മഞ്ഞ കളർ ഷെയ്ഡ് വരുന്നത് ഔട്ടർ മെംബ്രെയിനും ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഷെയ്ഡ് വരുന്നത് ഇന്നർ മെംബ്രെയിനും. ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരുന്നത് ഇന്നർ മെംബ്രെയിനും ലൈറ്റ് ഗ്രീൻ വരുന്നത് ഇന്റർ മെംബ്രെയിൻ സ്പേസുമാണ്. ഈ ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഗ്രാന്യൂൾസും അതേപോലെ ATP സിന്തസിസും റൈബോസോംസും DNA ഒക്കെ കാണാൻ പറ്റുന്നത്. അതിലൂടെയാണ് ഈ ATP പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് എനർജി സെല്ലിന് കൊടുക്കുന്നത്. അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഒരു ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക് ഓഫ് മെംബ്രെയിൻ ആണ്. അത് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിട്ടാണ് ആക്ട് ചെയ്യണത്. അതേപോലെ തന്നെ ഇത് പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യാനും അതേപോലെ തന്നെ ആ സിന്തസൈസ് ചെയ്ത പ്രോട്ടീൻസിനെ മൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പ്രോട്ടീൻസ് മാത്രമല്ല മൂവ് ചെയ്യുന്ന ലിപ്പിഡ്സും മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഡീടോക്സിഫൈ ചെയ്യും സബ്സ്റ്റൻസുകളെ. അതേപോലെ കാൽഷ്യംസും റെഗുലേറ്റ് ചെയ്യും. ഇനി ഈ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ തന്നെ 2 ടൈപ്സ് ആണ് ഉള്ളത്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലവും റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുമ്പോഴത്തേക്കും അവർ സിന്തറ്റിക് ലിപ്പിഡ്സും സ്റ്റിറോയിഡ് ഹോർമോൺസും ആയിരിക്കും സിന്തസൈസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ റൈബോസോംസ് ലാക്ക് ആയിരിക്കും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ. അടുത്തത് റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ റൈബോസോംസ് അതാണ് റൈബോസോംസ്. ഇനി അടുത്തത് മെയിൻ ഫങ്ഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് പ്രോട്ടീനെ ഫോൾഡ് ചെയ്യിക്കും. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യും. സിന്തസൈസ്ഡ് പ്രോട്ടീൻ വെസിക്കിൾസിലൂടെ ഗോൾഗി അപ്പാരറ്റസിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ലിപ്പിഡ്സും ഓയിൽസും ഫോസ്ഫോലിപ്പിഡ്സും ഒക്കെ സിന്തസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അടുത്തത് സ്റ്റിറോയിഡ്സും സെക്സ് ഹോർമോൺസും സിന്തസൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇതാണ് മെയിൻ ഫംഗ്ഷൻ ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അടുത്ത ഓർഗനലെ അതായത് റൈബോസോം എന്ന് പറയുന്നത് ഇന്റർസെല്ലുലാർ സ്ട്രക്ചർ ആണ്. ഇത് ഉണ്ടാക്കിയേക്കുന്നത് അല്ലെങ്കിൽ കമ്പോസ് ചെയ്തേക്കുന്നത് RNA അല്ലെങ്കിൽ പ്രോട്ടീൻ വെച്ചിട്ടാണ് ഇത് കമ്പോസ് ചെയ്തേക്കുന്നത്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് ആണ്. അതുകൊണ്ട് തന്നെ റൈബോസോമിനെ നമ്മൾ പറയുന്നത് പ്രോട്ടീൻ ഫാക്ടറി എന്നാണ്. അപ്പൊ മെയിൻ ഫംഗ്ഷൻ നമുക്ക് ഊഹിക്കാവുന്നതാണ് പ്രോട്ടീൻ സിന്തസിസ്. അതിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ബിൽഡിംഗ് പ്രോട്ടീൻ അതായത് ഓൾഡ് ആയിട്ടുള്ള പ്രോട്ടീൻ കോമ്പൗണ്ട്സിനെയൊക്കെ റിപ്പയർ ചെയ്യാനും ഈ റൈബോസോംസ് ഹെൽപ്പ് ചെയ്യും. അടുത്ത ഓർഗനലെയാണ് ലൈസോസോം. അത് കണ്ടെയ്ൻ ചെയ്യുന്നത് ഡീഗ്രേഡേറ്റീവ് എൻസൈംസ് ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഈ എൻസൈംസ് നമ്മൾ പോളിമർ ഡീഗ്രഡേഷന് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ലൈസോസോം വേരിയസ് സെൽ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യിക്കും. അതായത് സെക്രീഷൻ, പ്ലാസ്മ മെംബ്രെയിൻ റിപ്പയറിൽ, സെൽ സിഗ്നലിങ്ങിന്, അതേപോലെ എനർജി മെറ്റബോളിസത്തിനൊക്കെ ഈ ലൈസോസോം ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഓർഗനലെയാണ് ഗോൾഗി അപ്പാരറ്റസ്. ഗോൾഗി അപ്പാരറ്റസിന്റെ അതർ നെയിംസ് ആണ് ഗോൾഗി കോംപ്ലക്സ് അല്ലെങ്കിൽ ഗോൾഗി ബോഡി. ഈ ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത് സീൻ ചെയ്യുന്നത് യൂക്കാരിയോട്ടിക് സെൽസിലാണ്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെല്ലുലാർ പോസ്റ്റ് ഓഫീസ് ആയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ മോഡിഫൈയിങ് ചെയ്യും, സോർട്ട് ചെയ്യും, പാക്കിംഗ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ് ഫോർ ട്രാൻസ്പോർട്ട്. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ അത് നമ്മൾ സോർട്ട് ചെയ്യും, പാക്ക് ചെയ്യും, അത് ട്രാൻസ്പോർട്ട് ചെയ്യും. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ഗോൾഗി അപ്പാരറ്റസിലും കാണാൻ പറ്റുന്നത്. അത് ആദ്യം മോഡിഫൈ ചെയ്യും,
ആ കോമ്പോണൻസ് ഒക്കെ സോർട്ട് ചെയ്യും. എന്നിട്ട് അതനുസരിച്ച് അത് പാക്ക് ചെയ്തിട്ട് ആ പ്രോട്ടീൻസും ലിപ്പിഡ്സും വേണ്ട സ്ഥലത്ത് അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് ഒരു മെംബ്രെയിൻ ബൗണ്ടഡ് സാക്ക് കണ്ടെയ്ൻ ചെയ്യും. അതിനാണ് സിസ്റ്ററൈൻ എന്ന് പറയുന്നത്. ഇത് പ്രോട്ടീൻസ് സെൻഡ് ചെയ്യും അതർ പാർട്സ് ഓഫ് ദ സെല്ലും, അതുപോലെ സെക്രീറ്റ് ചെയ്യും ഔട്ട്സൈഡ് ഓഫ് ദ സെൽസിൽ. ഇനി ഇതിന്റെ മെയിൻ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മോഡിഫിക്കേഷൻ, സോർട്ടിംഗ്, പാക്കിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്, സെക്രീഷൻ, ലൈസോസോം ഫോർമേഷൻ. ഫസ്റ്റ് വൺ മോഡിഫിക്കേഷൻ ആണ്. ഇത് പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയും ERൽ നിന്നും റിസീവ് ചെയ്യുമ്പോഴത്തേക്ക് അത് മോഡിഫൈ ചെയ്യും. പിന്നെ സോർട്ടിംഗ്, ഇത് മോഡിഫൈഡ് മോളിക്യൂൾസിനെ സോർട്ട് ചെയ്യും, അതിന് ശേഷം അത് പാക്ക് ചെയ്യും വെസിക്കിൾസിലോട്ട്. ഇനി പാക്കിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. പാക്കിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് പാക്ക് ചെയ്യും വെസിക്കിൾസിലോട്ട്, വിച്ച് ആർ ദെൻ ട്രാൻസ്പോർട്ട് ടു സ്പെസിഫിക് ലൊക്കേഷൻ. അതായത് വേണ്ട സ്ഥലത്തോട്ട് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യും. മേ ബി ഇൻസൈഡ് ആവാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് സെൽസിലോട്ട് ഇത് പാക്ക് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യും. അടുത്തത് സെക്രീഷൻ. സെക്രീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഹോർമോൺസിനെയും എൻസൈംസിനെയും ഒക്കെ സെക്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ലൈസോസോം ഫോർമേഷൻ, ഈ ഗോൾഗി അപ്പാരറ്റസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ഫങ്ഷൻസ്. ലാസ്റ്റ് വന്നത് അതായത് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, അതിന്റെ ഉള്ള ഓർഗനലൈസ്. ലാസ്റ്റ് വന്നാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, ന്യൂക്ലിയസ് നമ്മൾ ആ ഇമേജിൽ കണ്ടായിരുന്നു. സെന്റർ പോർഷൻ ഓഫ് ദി സെല്ലിലാണ് ന്യൂക്ലിയസ് വന്നത്. ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇൻസൈഡ് ഫുള്ളി എൻക്ലോസ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇറ്റ് കണ്ടെയ്ൻസ് മെജോറിറ്റി ഓഫ് സെൽ ജനറ്റിക് മെറ്റീരിയൽ. അതായത് ന്യൂക്ലിയസിലാണ് മെജോറിറ്റി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, അതായത് DNA, ക്രോമസോംസ് ഒക്കെ അടങ്ങിയിരിക്കുന്നത്. ദിസ് മെറ്റീരിയൽസ് ഓർഗനൈസ് ആസ് DNA മോളിക്യൂൾസ് അലോങ് വിത്ത് വെറൈറ്റി ഓഫ് പ്രോട്ടീൻസ് ടു ഫോം ക്രോമസോംസ്. അതായത് DNA മോളിക്യൂൾസ് ആയിട്ടാണ് ഇത് ഓർഗനൈസ് ചെയ്തേക്കുന്നത്. അതോടൊപ്പം തന്നെ വെറൈറ്റി ഓഫ് പ്രോട്ടീൻസും ഉണ്ട് ഒരു ക്രോമസോം ഫോം ചെയ്യാനായിട്ട്. ഇനി ന്യൂക്ലിയസിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് കാണാം. ഫസ്റ്റ് വന്നതാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂക്ലിയർ മെംബ്രെയിന്റെ അതർ നെയിം ആണ് ന്യൂക്ലിയർ എൻവലപ്പ്. ഇത് ന്യൂക്ലിയസിന്റെയും ന്യൂക്ലിയോളസിന്റെയും ഇടയിലായിട്ടാണ് എൻക്ലോസസ് ചെയ്യുന്നത്. അടുത്തത് ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത് അതിന്റെ അതർ നെയിം ആണ് കാരിയോപ്ലാസം. കാരിയോപ്ലാസം എന്ന് പറയുന്നത് ഒരു മാട്രിക്സ് ആണ്, അത് ന്യൂക്ലിയസിന്റെ ഉള്ളിലായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അടുത്തത് ക്രോമാറ്റിൻ റെറ്റിക്കുലം. ക്രോമാറ്റിൻ റെറ്റിക്കുലം പേരിനുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാവാം, ക്രോമസോംസ് നമ്മൾ പ്രസന്റ് അയക്കുന്നത് സ്ട്രിംഗ് ഫോം ഓഫ് ഇറ്റ് ഇസ് എ ഫോം ഓഫ് സ്ട്രിംഗ് DNA ആയിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്. അതിന് നമ്മൾ ക്രോമാറ്റിൻ എന്ന് പറയും. അടുത്തത് ന്യൂക്ലിയോലസ്. ന്യൂക്ലിയോലസ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സ്ഫെറിക്കൽ ഷേപ്ഡ് സ്ട്രക്ചർ ആണ് പ്രസന്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ഈ 4 കോമ്പോണൻസ് ആണ് ന്യൂക്ലിയസിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. അതായത് ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോപ്ലാസം, ക്രോമാറ്റിൻ റെറ്റിക്കുലം, ന്യൂക്ലിയോലസ്. ഇനി ഇതിന്റെ ന്യൂക്ലിയസിന്റെ മെയിൻ ഫങ്ഷൻസ് കാണാം. The main function എന്ന് പറയുമ്പോഴത്തേക്കും many pores in the nuclear membrane allow to decide what to enter and exit the nucleus. അതായത് എന്തൊക്കെ ഉള്ളിൽ എൻ്റർ ചെയ്യണം, അതേപോലെ എന്തൊക്കെ പുറത്തേക്ക് പോകണം എന്ന് ഈ ന്യൂക്ലിയസിനുള്ള മെനി പോർസ് ഡിസൈഡ് ചെയ്യും. അതായത് ഇപ്പൊ ടോക്സിൻസ് ഉണ്ടെങ്കിൽ അതൊന്നും അകത്ത് കയറ്റില്ല, അതേപോലെ തന്നെ വൈസ് വേഴ്സ തിരിച്ചും പുറത്തോട്ടാക്കില്ല. അടുത്തത് സ്റ്റോറേജ് ഓഫ് ഹെറിഡിറ്ററി മെറ്റീരിയൽസ്. അതേപോലെ ഹെറിഡിറ്ററി നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ജനറ്റിക് മെറ്റീരിയൽസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യണത്. അതായത് ഹെറിഡിറ്ററി മെറ്റീരിയൽസ്, ജീൻസ്, അതേപോലെ DNA, സ്ട്രാൻഡ്സ്, ക്രോമാറ്റിൻ ഒക്കെ സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ പ്രോട്ടീൻസും RNAയും ന്യൂക്ലിയോലസിൽ സ്റ്റോറേജ് ചെയ്യും. പിന്നെ ഹെറിഡിറ്ററി മോളിക്യൂൾസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ സെൽ ഡിവിഷന്റെ സമയത്ത് ക്രോമാറ്റിൻസ് ഒക്കെ അറേഞ്ച് ചെയ്യും. ക്രോമാറ്റിൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് ക്രോമസോം ആക്കി മാറ്റാനും ഈ ന്യൂക്ലിയസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ റൈബോസോംസിന്റെ പ്രൊഡക്ഷനും ഇത് മേജർ റോള് വഹിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് സെല്ലിനെ പറ്റിയാണ്. അപ്പോൾ സെല്ല് എന്ന് പറയുന്നത് ഒരു ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. ഒരു ചെറിയ സെല്ല് കൊണ്ട് തന്നെ ഒരു വലിയ ലൈഫാണ് ഉണ്ടാകുന്നത്. അതായത് പ്ലാന്റ് സെൽസും ആനിമൽ ലിവിങ് ഓർഗാനിസത്തിലും ഒരു ബേസിക് കോമ്പണന്റ് ആണ് ഈ സെൽ എന്ന് പറയുന്നത്. അപ്പൊ സെൽ ഇസ് എ സ്ട്രക്ചറൽ ഫങ്ഷൻ ബയോളജിക്കൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അതുകൊണ്ട് തന്നെ സെല്ലിനെ നമ്മൾ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇത്രയും നേരം എടുത്ത ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്, ക്ലിയർ ചെയ്ത് തരാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.